ഇലകൾ കാണാതെ പൂക്കൾ എന്നൊക്കെ പറയും പോലെ യൂഫോർബിയ പ്ലാന്റിൽ നിറയെ പൂക്കൾ കേട്ടോ. നല്ല ഉണ്ട്, ഗ്രീനും റെഡും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു മിനിയേച്ചർ ടൈപ്പ് യൂഫോർബിയ പ്ലാന്റ് ആണ്. പക്ഷേ ഇതിൽ കുറച്ച് മുള്ളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം യൂഫോർബിയ പ്ലാന്റിന് നല്ല വെയിൽ ഇഷ്ടമാണ്. നല്ല വെയിലത്താണ് ഒരുപാട് ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുന്നത്. ഹൈബ്രിഡ് ഇനത്തിലും അതുപോലെ തന്നെ നാടൻ ഇനത്തിലുണ്ട്. അപ്പോൾ ഇത് മുള്ളുള്ളതും കൊണ്ട് നാടൻ ഇനത്തിലുള്ള യൂഫോർബിയ പ്ലാന്റ് ആണ്. നമുക്കറിയാം വലിയ പൂക്കളും വലിയ ലീഫുള്ളതുണ്ട്, കുഞ്ഞു പൂക്കളും കുഞ്ഞു ലീഫുള്ളുണ്ട്. ഇപ്പോൾ ഇത് കുഞ്ഞു പൂക്കളുള്ള കുഞ്ഞു ലീഫുള്ള ഒരു എന്താ പറയുക പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ യൂഫോർബിയ പ്ലാന്റിന് നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം അത് നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു പൊള്ളയായിട്ടുള്ള നമ്മുടെ എന്താ പറയുക കർമൂസൻ്റെ തണ്ടൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ പോലെയുള്ള ഒരു ഇതാണ് ഇതിനുള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ചീഞ്ഞു പോകും. അതുകൊണ്ട് ഓവർ വാട്ടറിങ് പാടില്ല. നല്ല സൺലൈറ്റുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വളമൊക്കെ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് പൂത്തുരിയും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ ഇത് ക്യാൻസർ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നമ്മൾ പറിച്ച് കളഞ്ഞിട്ടുള്ളൊരു ചെടിയാണ്. പക്ഷേ ഇപ്പോഴും പല സ്ഥലത്തും ഇത് വളർത്തുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. പല ആൾക്കാരും ഇപ്പോഴും വളർത്തുന്നുണ്ട്. അപ്പോൾ ഇത് അല്ല, ഞാനടക്കമുള്ള ആൾക്കാർ ഇത് വലിച്ചെറിഞ്ഞൊരു ചെടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും നല്ല